മുഖ്യമന്ത്രി വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. പെരുമാറ്റച്ചട്ടമുള്ളതിനാൽ അജണ്ടകളില്ലാതെയാണ് യോഗം ചേരുന്നത്. പതിവ് യോഗമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നതെങ്കിലും ഗുണ്ട ആക്രമണവും പോലീസിനെതിരായ വിമർശനങ്ങളും ചർച്ചയായേക്കും. അതിനിടെ അങ്കമാലിയിൽ ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങിയിട്ടുണ്ട്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MG സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. വിരുന്നിൽ പങ്കെടുത്തത് നടപടി ഗുരുതര അച്ചടക്ക ലംഘനമാണ് എന്നാണ് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സസ്പെൻഷൻ ഓർഡർ വന്നിരിക്കുന്നത്. അല്ലമീനും അർജുൻ മട്ടന്നൂരും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം ഞാൻ അല്ലമീനിലേക്ക് പോകുന്നു. അല്ലമീൻ, ഇന്നിപ്പോൾ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചുകൊണ്ട് ഒരു യോഗം ചേരുകയാണ് മുഖ്യമന്ത്രി. പ്രത്യേകിച്ച് ഓപ്പറേഷൻ ആഗ് അടക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത് ഓപ്പറേഷൻ ആപ്പായി തീർന്നു. ഡിവൈഎസ്പിയെ തന്നെ പോലീസിന് പിടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഗുണ്ടാ വിളയാട്ടം തുടരുന്നു. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമായ ആഭ്യന്തര വകുപ്പ് പരിഗണിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മീറ്റിംഗിൽ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അത്തരം ഒരു നിലപാട് തന്നെയാണ് സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കാരണം നിരന്തരമായി കുറ്റകൃത്യങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, ഗുണ്ടാ വിളയാട്ടം തുടർക്കഥയാകുന്ന ഒരു സ്ഥിതിവിശേഷം, ഇതിനെതിരെ അല്ലെങ്കിൽ ഇത് മുൻനിർത്തി പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയും ഒക്കെ പ്രതിപക്ഷം കടന്നാക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ഇന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പ്രത്യേക അജണ്ടകളൊന്നും തന്നെ നിശ്ചയിക്കാതെയാണ് യോഗം. DGPയും അതുപോലെ തന്നെ പല വകുപ്പുകളുടെ ചുമതലയുള്ള ADGPമാരും ഉൾപ്പെടെയുള്ള 26 ഉദ്യോഗസ്ഥർക്കാണ് യോഗത്തിലേക്ക് പങ്കെടുക്കണമെന്ന് കാണിച്ച് ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർ ക്ഷണം നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാവിലെ 11:30 മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് യോഗം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത് പതിവ് യോഗമാണ്. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ സാധാരണ ഉദ്യോഗസ്ഥരുമായി ഇത്തരത്തിലുള്ള നിശ്ചിത ഇടവേളകളിൽ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്താറുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായുള്ള യോഗമെന്നാണ് ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ വിശദീകരിക്കുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗുണ്ട ആക്രമണങ്ങളൊക്കെ തുടർക്കഥയാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഈ ജാമ്യത്തിലിറങ്ങുന്ന, പരോളിലിറങ്ങുന്ന, ജയിലിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്ന ഗുണ്ടകൾക്ക് വലിയ സ്വീകരണവും ഒരു ആഘോഷവും ഒക്കെ മാറ്റി നൽകുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം ഈ ഗുണ്ടകൾ തന്നെ മറ്റ് ആക്രമണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന സ്ഥിതിവിശേഷം. ഇതിൽ വലിയ പൊല്ലാപ്പിലായിരുന്നു പോലീസ്. പക്ഷെ അതിനേക്കാൾ വലിയ നാണക്കേടിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. ഈ ഉന്നത ഉദ്യോഗസ്ഥരിൽ പലർക്കും ഈ ഗുണ്ടകളുമായി ബന്ധമുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ആരോപണങ്ങളായി രംഗത്തുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഗുണ്ടകൾക്ക് പലപ്പോഴും പോലീസ് സഹായം ചെയ്തു കൊടുക്കുന്നു എന്ന അടക്കമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട്. ആ ബന്ധങ്ങളൊക്കെ മറനീക്കി വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ യോഗം എന്നുള്ളത് ഏറെ നിർണായകമാണ്. ഒരുപക്ഷേ ഈ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള ഗുണ്ടകളുമായി ബന്ധം പുലർത്തുന്നതിലൊക്കെ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഈ ഗുണ്ടാ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഓപ്പറേഷൻ ആഗ് പോലെയുള്ള DHUNT പോലുള്ള പദ്ധതികളുമായി പോലീസ് രംഗത്ത് വന്നിരുന്നു. അതിൻ്റെ ഒരു വിലയിരുത്തലും ഒരുപക്ഷേ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഏതെങ്കിലും തരത്തിലാണ് നടപടികൾ മുന്നോട്ട് പോയിട്ടുള്ളത്, എത്രത്തോളം ഫലം കണ്ടിട്ടുണ്ട് ആ പരിശോധനകൾ, ആ ഗുണ്ടകളെ നിയന്ത്രിക്കുന്നതിനും ഗുണ്ടാവിളയാട്ടം നിയന്ത്രിക്കുന്നതിനും പരിശോധന കൊണ്ട് എത്രത്തോളം സഹായകമായിട്ടുണ്ട്, ഇനി ആ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ യോഗത്തിൽ ചർച്ചകളുണ്ടാകും. അതോടൊപ്പം കാലവർഷം എത്താൻ പോവുകയാണ്. സ്വാഭാവികമായും പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള സാധ്യതയൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. അത്തരം സ്ഥിതിവിശേഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് അടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയുണ്ടാകും. സമകാലിക വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള ചർച്ചകൾ തന്നെയാണ്.